അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ, നിങ്ങളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. പലരും അള്ളാഹുമായി നേർക്കുനേരെ ബന്ധം സ്ഥാപിക്കുന്ന ഇഅ്തികാഫിലായിരിക്കും. നാം ഓർക്കുക സുഹൃത്തുക്കളെ, ഒരു നിശബ്ദ രോഗമുണ്ട്, സൈലന്റ് കില്ലർ. അത് നമ്മളെ വല്ലാതെ വഞ്ചിക്കും. അതിൻ്റെ അടയാളങ്ങൾ നാം കാണുകയും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓർക്കുക, അത് പിടികൂടിയാൽ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. അത് മറ്റൊന്നുമല്ല, അനുഗ്രഹങ്ങളുമായി, സിട്ടാവ് നൽകുന്ന നിഅമത്തുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു രോഗം. ഇതിന് 4 ഭാവങ്ങളുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുമായി നാം വളരെയധികം പരിചയപ്പെടാൻ തുടങ്ങുന്നതിനാൽ നമുക്കവയെ നിസ്സാരമായി തോന്നുന്നു. അവ നാം നേടിയെടുത്ത അവകാശമാണെന്ന് തോന്നുന്നത് പോലെ അവയോടുള്ള എല്ലാ വിലമതിപ്പും നമുക്ക് നഷ്ടപ്പെടുന്നു. രണ്ടാമതായി, നാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തെ, മക്കളെ, മാതാപിതാക്കളെയൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ കാണുന്നു. അപ്പോഴും നാം അത് നൽകിയ സിട്ടാവിന് നന്ദി പറയുന്നതിൽ പരാജയപ്പെടുന്നു. മൂന്നാമത്തേതായി, നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു. ആവശ്യമുള്ളതൊക്കെ മാർക്കറ്റിലുള്ള വണ്ടിയിൽ കയറ്റുന്നു. ഉന്തി എല്ലാ സ്ഥലത്തും പോയി അവസാനം ക്യാഷിലെത്തി പണം നൽകുന്നു. ഇവിടെയും ഈ പണം എങ്ങനെ കിട്ടി, എങ്ങനെ നൽകാൻ സാധിച്ചു? അനുഗ്രഹങ്ങൾ നൽകുന്ന റബ്ബിനോട് നന്ദി തോന്നാതെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. കാരണം നമ്മൾ വിചാരിച്ചത് നമ്മുടെ അക്കൗണ്ടിലെ പണമാണ്, നമ്മുടെ കാർഡ് കൊണ്ടാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ അവകാശമാണ് എന്നാണ്. നാലാമതായി, എല്ലാ ദിവസവും സുരക്ഷിതമായും ആരോഗ്യത്തോടെയുമാണ് നമ്മളെല്ലാവരും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, പരാതികളില്ലാതെ. അവിടെയും എഴുന്നേൽക്കുമ്പോൾ നാം അള്ളാഹുവിന് നന്ദി പറയുന്നതിൽ പരാജയപ്പെടുന്നു. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഈ സാഹചര്യങ്ങളിൽ വിശക്കുന്നവർ, ഭക്ഷണമുണ്ടെങ്കിലും കഴിക്കാൻ കഴിയാത്തവരൊക്കെ ധാരാളമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ അനുഗ്രഹങ്ങൾ ശീലമാക്കി ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അപകടത്തിലാണ്. അതിനാൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വിശക്കുന്ന 10,000-ങ്ങളുണ്ട്. ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത 10,000-ങ്ങളുണ്ട്. അതിനാൽ അള്ളാഹുവിന് ധാരാളമായി സ്തുതിക്കുക, നന്ദി പറയുക. സ്തുതിച്ചാൽ, നന്ദി പറഞ്ഞാൽ അള്ളാഹു ഏറ്റി തരുമെന്നല്ലേ പറഞ്ഞത്? നോക്കൂ, അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാൻ ജീവിതം നമ്മളെ നിർബന്ധിക്കരുത്. മറിച്ച് റബ്ബിനോടുള്ള നന്ദിയും സ്തുതിയും ശീലമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം ശീലിക്കണം. നാം അതിന് നിർബന്ധിക്കണം. നമ്മുടെ മക്കളെ അതിന് പ്രേരിപ്പിക്കണം. ചിന്തിച്ചു നോക്കൂ, ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് നാം. അധികാരത്തിലിരുന്ന എത്ര പേർ ഇപ്പോൾ ഭയപ്പാടിലാണ്. ആരോഗ്യമുള്ള എത്ര പേർ രോഗികളായി. ജോലി ചെയ്തിരുന്ന എത്ര പേർ തൊഴിലില്ലാത്തവരായി. ധനികരായ എത്ര പേർ ദരിദ്രരായി. കാഴ്ചയുണ്ടായിരുന്ന എത്ര പേർ അന്ധരായി. ശാരീരിക ശേഷിയുള്ള എത്ര പേർ വികലാംഗരായി. എന്നിട്ടും ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് അല്ലാഹു ഓരോ ദിവസവും പുതുക്കി നൽകുമ്പോഴും നാം പറയുന്നില്ല അൽഹംദുലില്ലാ എന്ന്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കട്ടെ, അദ്ദേഹം പറയുന്നുണ്ട്, വലൈസ ലിൽ അബ്ദി അദറു മിൻ മലലിഹി മിൻ നിഅമില്ലാഹ് ഫഇന്നഹു ലാ യറാഹാ നിഅമ വലാ യശ്കുറുഹു അലൈഹാ വലാ യഫ്റഹു ബിഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മടുത്തു പോകുന്നതിനേക്കാൾ ദോഷകരമായ മറ്റൊന്നുമില്ല ഒരടിമക്ക്. കാരണം അവൻ അവയെ അനുഗ്രഹങ്ങളായി കാണുന്നില്ല, അവനോട് നന്ദി പറയുന്നില്ല, അവയിൽ സന്തോഷിക്കുന്നില്ല. നമുക്ക് പറയാം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് ഹത്താ തർദാ വലക്കൽ ഹംദ് ഇദാ റദീത് വലക്കൽ ഹംദ് ബഅദ റിദാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.